ഒരാൾ വണ്ടി വരട്ടാ. ഞാൻ പണി കഴിഞ്ഞു വന്ന സന്തോഷം. എന്നെ കണ്ട ഞാൻ വരുന്ന പണി ഞാൻ അവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേ കൊലായ്മ കണ്ടപ്പോ ചാടി കളിച്ചിട്ട് അടുക്കളൻ്റെ കൂടി വണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങളിതാ എന്നെ കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കണല്ലേ. അപ്പം ഇനി അമ്മൂട്ടി എന്തൊക്കെയാ അങ്കാടിന്ന് പഠിച്ചത്? ബിരിയാണിയോ? അങ്കലവാടിയിൽ ബിരിയാണി ഉണ്ടായിരുന്നോ? ബിരിയാണി ഉണ്ടായിരുന്നോ? പിന്നെ എന്തൊക്കെയാ കഴിച്ചത്? ടീച്ചർ എന്തേ പറഞ്ഞേ? അയ്യോ, ടീച്ചർ അങ്ങനെ അടിക്കൂലല്ലോ. അപ്പോൾ ഓക്കെ ബായ് പറഞ്ഞാളെ. അപ്പോൾ ഇതാ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നാലുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഞങ്ങൾ രണ്ടാളും മേല് കഴുകി ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ പപ്പനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും അല്ലേ. എൻ്റെ ബാഗ് തപ്പാണ് കേട്ടോ. നീ സാധനം കൊണ്ടുവന്നേണ്. സാധനം കൊണ്ടുവന്നു വെച്ചാൽ അതിലൊന്നുമില്ല ഒരു സാധനം ഇല്ലതിൽ. ഞാനൊന്നും മിഠായി ഒന്നും വാങ്ങിച്ചില്ല. അപ്പോൾ ഞാൻ കൊണ്ടുവരലുണ്ട്. അപ്പം എൻ്റെ ബാഗ് ചെക്ക് ചെയ്യാണ്. അതിലൊന്നുമില്ല. വരുമ്പോൾ അപ്പനോട് കൊണ്ടുവരാൻ പറയട്ടാ. ഇതാണ് ഞാൻ ഇവിടെ വന്നാലുള്ള അവസ്ഥ. പിന്നെ ഞങ്ങൾ മേല് കഴുകിയിട്ട് വരട്ടെ രണ്ടാളും അല്ലേ. മേല് കഴുകിയിട്ട് വരല്ലേ. എന്നിട്ട് ബാക്കി ഞങ്ങളെ മേലേക്കലൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടാ. ഞങ്ങളിതാ അപ്പൊ ആദ്യമൊരു പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ട് അതൊരു പാട്ട് പാടിക്കാ. പാട് പാട്. അന്നാന്ന പാട്ട് പാടിയാ മതി. പാട് പാട്. കുട്ടി പാട്ട്. ആ പാട്ട് പാട് പാട്. അംഗനവാടിയിൽ പോയിട്ട് ടീച്ചർ പാട്ട് പഠിപ്പിച്ചു തരലില്ല? ഇല്ല. എന്നാ ടീച്ചർ ഒന്ന് നാളെ പോയി കാണട്ടെട്ടാ. കാണട്ടെട്ടാ. പിന്നെ എന്റെ വീട്ടില് എന്റെ അച്ഛച്ചന്റെയും പാപ്പന്റെയും ഈയമ്മന്റെയും ഒക്കെ പേര് പറഞ്ഞിട്ടേക്കാണ്. ഈയമ്മ പേരെന്താ? അച്ഛച്ച പേരെന്താ? പാപ്പന്റെ പേരെന്താ? പാപ്പന്റെ പേരോ? മമ്മിയുടെ പേരോ? അപ്പൊ എല്ലാരും പേരും പഠിച്ചില്ലേ. അന്റെ പപ്പ എവിടെ? പപ്പ എവിടെ? പണിക്ക് പോയാ? എവിടെ ഉണ്ട്? എന്നാ പോയി വിളിച്ചിട്ട് പോയോ പപ്പനെ?